നമസ്കാരം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോണ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷനെ പറ്റിയാണ്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ഗോണ എന്ന് പറയുന്ന എക്സ്പ്രഷൻ നിങ്ങളെല്ലാവരും മൂവീസിലൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ഥിരമായിട്ട് മൂവീസിലൊക്കെ കാണുന്ന ഒരു എക്സ്പ്രഷനാണ് ഗോണ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ. അത് എന്താണെന്ന് നോക്കാം. ഗോണ എന്ന് പറയുന്ന എക്സ്പ്രഷൻ നേറ്റീവ് സ്പീക്കേഴ്സ്, അതായത് യൂറോപ്യൻ കൺട്രീസിലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അവർ സ്ഥിരമായിട്ട് ഗോയിങ് ടുവിന് പകരം യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ഗോണ എന്ന് പറയുന്നത്. നമുക്കത് എന്താണെന്ന് നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലൂടെ നമുക്ക് എടുത്ത് പോകാം. എക്സാമ്പിൾ സെൻറ്റൻസിൽ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. സോ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം നമുക്ക് നോക്കാം. ഐ ആം ഗോണ ഓർഡർ എ പിസ്സ. അതൊരു സെൻറ്റൻസാണ്. സോ അതിൻ്റെ യഥാർത്ഥ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ് ഞാൻ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ഐ ആം ഗോയിങ് ടു ഓർഡർ എ പിസ്സ എന്നാണ് അതിൻ്റെ യഥാർത്ഥ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. സോ ഒരു നേറ്റീവ് സ്പീക്കേഴ്സ് ഐ ആം ഗോയിങ് ടു ഓർഡർ എ പിസ്സ എന്ന് പറയുന്നതിന് പകരം ഐ ആം ഗോണ ഓർഡർ എ പിസ്സ എന്നായിരിക്കും സ്ഥിരമായിട്ട് സാധാരണ പറയുന്നത്. സോ അപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷനുകളായിരിക്കും, സെൻറ്റൻസുകളായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് മൂവീസിലൊക്കെ കേട്ടിട്ടുള്ളത്. സോ അവിടെ ഗോണ എന്ന് പറയുന്നത് ഗോയിങ് ടുവിന് പകരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷനാണ്. അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് അവർ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ, അവർ ഫാസ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ഗോണ എന്ന് പറയുന്നത്. അതായത് ഗോയിങ് ടുവിന് പകരം അവർ സാധാരണയായിട്ട് ഗോണ എന്നാണ് പറയുന്നത്. സോ അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. അത് ഓർത്തിരിക്കുക. അങ്ങനത്തെ 2-3 സെൻറ്റൻസ് നമുക്ക് നോക്കാം. വി ആർ ഗോണ ടേക്ക് എ വാക്ക് ആഫ്റ്റർ ക്ലാസ്. അതായത് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പോകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതിൻ്റെ യഥാർത്ഥ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ് ഞാൻ താഴെ ചെയ്തിരിക്കുന്നത്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വാക്ക് ആഫ്റ്റർ ക്ലാസ്. അതായത് ഗോയിങ് ടുവിന് പകരമായിട്ടാണ് അവിടെ ഗോണ വന്നിരിക്കുന്നത്. അതായത് വി ആർ ഗോണ ടേക്ക് എ വാക്ക് ആഫ്റ്റർ ക്ലാസ് ഇൻ ദ നേറ്റീവ് സ്പീക്കേഴ്സ് ഗോയിങ് ടുവിന് പകരം അങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. അതായത് വി ആർ ഗോണ ടേക്ക് എ വാക്ക് ആഫ്റ്റർ ക്ലാസ് എന്നായിരിക്കും സ്ഥിരമായിട്ട് അവർ സംസാരിക്കുന്നത്. സോ അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. അവർ ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ഗോണ എന്ന് പറയുന്നത്. അതേപോലെ ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ഷീസ് ഗോണ ബൈ എ കാർ നെക്സ്റ്റ് വീക്സ്. അതിൻ്റെ യഥാർത്ഥ ഗ്രാമാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ് ഞാൻ താഴെ ചെയ്തിരിക്കുന്നത്. ഷീസ് ഗോയിങ് ടു ബൈ എ കാർ നെക്സ്റ്റ് വീക്ക്. സോ അങ്ങനെ പറയുന്നതിന് പകരം നേറ്റീവ് സ്പീക്കേഴ്സ് ഷീസ് ഗോണ ബൈ എ കാർ നെക്സ്റ്റ് വീക്ക് എന്നായിരിക്കും സാധാരണയായിട്ട് പറയാറുള്ളത്. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഗോയിങ് ടുവിന് പകരം യൂസ് ചെയ്യുന്നൊരു എക്സ്പ്രഷനാണ് ഗോണ എന്ന് പറയുന്നത്. സോ അതേപോലെ പിന്നീട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ഐ ആം, വി ആർ, ഷീസ് എന്നാണ് ഞാൻ 3 സെൻറ്റൻസിന് സബ്ജക്റ്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ സബ്ജക്റ്റ് പറയുമ്പോൾ നമ്മൾ വെർബ് ബി ഇടാൻ മറക്കരുത്. അതായത് സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും വെർബ് ബി എപ്പോഴും വേണം. അതായത് ആം വേണം, ഐ ആം എന്ന് ചേർത്ത് നിങ്ങൾ പറയണം, വി ആർ എന്ന് ചേർത്ത് നിങ്ങൾ പറയണം, ഷീസ് എന്ന് ചേർത്ത് നിങ്ങൾ പറയണം. അത് ചേർക്കാതെ നിങ്ങൾ പറയല്, അത് ചെറിയൊരു മിസ്റ്റേക്കാണ്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കാണ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിങ്ങനെ ഗോണ വെച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഗോണ വെച്ച് നിങ്ങൾ സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ ഗോണ നമ്മൾ എപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത് വേറൊരു വെർബിൻ്റെ കൂടാണ്. അതായത് ഫസ്റ്റ് സെൻറ്റൻസിൽ ഗോണ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓർഡർ എന്ന് പറയുന്ന വെർബിൻ്റെ കൂടാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടേക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടാണ്. അതായത് വി ആർ ഗോണ ടേക്ക് എ വാക്ക്, അതായത് ടേക്കിൻ്റെ കൂടാണ് നമ്മൾ ഗോണ യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ഗോണ യൂസ് ചെയ്തിരിക്കുന്നത് ബൈയുടെ കൂടെയാണ്. അതായത് ഗോണ ബൈയുടെ കൂടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതായത് ഗോണ നമ്മളെപ്പോഴും വേറൊരു വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഗോണ എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു വെർബിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു വെർബ് ഉണ്ടായിരിക്കും. അതായത് വേറൊരു വെർബിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ഗോണ എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ യൂസ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഗ്രാമാറ്റിക്കലി ഭയങ്കര സംഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കും. സോ അങ്ങനെ ചിന്തിക്കരുത്. ഇത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ല, ഇത് ഇൻഫോർമലായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇങ്ങനെ അറിഞ്ഞിരിക്കുക, ഇത് എന്താ പറയുക, ഇങ്ങനത്തെ റൂളുകൾ അറിഞ്ഞിരിക്കുക. സോ നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട്, അതായത് സ്റ്റാൻഡേർഡ് റൈറ്റിങ്ങിലൊന്നും ഗോണ എന്ന് എഴുതരുത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാറുള്ളൂ. സോ അത് മസ്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പം വേറൊരു വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോണ യൂസ് ചെയ്യുന്നത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. സോ അതേപോലെ തന്നെ ഞാൻ ആ പറഞ്ഞ 3 സെൻറ്റൻസിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. അതിൻ്റെ ആശയം നോക്കുക. ഐ എം ഗോണ ഓർഡർ പിസ്സ. അതായത് ഞാനൊരു പിസ്സ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് വി ആർ ഗോണ ടേക്ക് എ വാക്ക് ആഫ്റ്റർ ക്ലാസ്. അതായത് ഞങ്ങൾ ക്ലാസ്സിന് ശേഷം നടക്കാൻ പോകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. മൂന്നാമത്തെ സെൻറ്റൻസും ഷീസ് ഗോണ ബൈ എ കാർ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച അവളൊരു കാർ മേടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ ഇതെല്ലാം ഫ്യൂച്ചർ ടെൻസ് ആണ്. ഒന്നും നടന്നിട്ടില്ല, ഞാൻ പിസ്സ മേടിക്കാൻ പോവുകയാണ്. അതായത് 2 മിനിറ്റിനകം 5 മിനിറ്റിനകം ഞാൻ പിസ്സ മേടിക്കുമെന്നാണ് അതിൻ്റെ ആശയം. അതേപോലെ വി ഗോണ ടേക്ക് എ വാക്ക് നടന്നിട്ടില്ല, നടക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ സെൻറ്റൻസിൽ കാർ മേടിക്കാൻ പോവുകയാണ്, അടുത്ത ആഴ്ചയാണ്, നെക്സ്റ്റ് വീക്കിലാണ് കാർ മേടിക്കുന്നത്. സോ അപ്പോൾ ഒന്നും നടന്നിട്ടില്ല. അതായത് ഗോണ നമ്മൾ യൂസ് ചെയ്യുന്നത്
ഫ്യൂച്ചർ ടെൻസിലാണ്, അതായത് അതിൻ്റെ ആശയം ഫ്യൂച്ചർ ടെൻസിലാണ്, നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോണ യൂസ് ചെയ്യും. സോ അപ്പോൾ ഈ ഒരു ആശയം ഓർത്ത് വെച്ചിരിക്കുക. 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. 3 കാര്യങ്ങൾ, വെർബ് ബി യൂസ് ചെയ്യാൻ മറക്കരുത്, ആം ആർ ഈസ് യൂസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഗോണ എപ്പോഴും വേറൊരു വെർബിൻ്റെ കൂടെ വരത്തുള്ളൂ, അതും ഓർത്ത് വെച്ചിരിക്കുക, വേറൊരു വെർബിനെ സഹായിക്കുകയായിരിക്കും. അതേപോലെ ഗോണ എപ്പോഴും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചർ ടെൻസിലെ കാര്യങ്ങളായിരിക്കും എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യം, ഗോണ മെയിൻ വെർബായിട്ട് ഒരു സെൻറ്റൻസിലും വരാറില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐ എം ഗോണ ന്യൂയോർക്ക് ടുമോറോ. അതായത് ഗോണയുടെ ആശയം ഗോയിങ് ടു ആണെന്ന് കരുതി നിങ്ങൾ ഐ ആം ഗോയിങ് ടു ന്യൂയോർക്ക് ടുമോറോയ്ക്ക് പകരം ഐ ആം ഗോണ ന്യൂയോർക്ക് ടുമോറോ എന്ന് നിങ്ങൾ പറയരുത്. അത് തെറ്റാണ്. അതായത് ഗോണ മെയിൻ വെർബായിട്ട് ഒരു സെൻറ്റൻസിലും വരത്തില്ല. നിങ്ങൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഫുള്ളായിട്ട് തന്നെ പറയാവൂ. ഐ ആം ഗോയിങ് ടു ന്യൂയോർക്ക് ടുമോറോ എന്ന് മാത്രമേ ഫുള്ളായിട്ടേ പറയാവൂ. ഐ ആം ഗോണ ന്യൂയോർക്ക് ടുമോറോ എന്ന് പറയരുത്. അത് റോങ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റോങ് ആയി? ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഗോണ വേറൊരു വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിൽ മാത്രമേ അത് വരത്തുള്ളൂ. അങ്ങനെ മാത്രമേ നമ്മളത് എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. നമുക്ക് ഗോണ ചേർത്ത് ആ സെൻറ്റൻസ് പറയാം. ഐ ആം ഗോയിങ് ടു ന്യൂയോർക്ക് ടുമോറോ ഗോണ ചേർത്ത് പറയാം. അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഐ ആം ഗോണ ഗോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ. ഐ ആം ഗോണ ഗോ ടു ന്യൂയോർക്ക് ടുമോറോ എന്ന് നമുക്ക് പറയാം. ഐ ആം ഗോണ ഗോ ടു ന്യൂയോർക്ക് ടുമോറോ എന്ന് നമുക്ക് പറയാം. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട് നേറ്റീവ് സ്പീക്കേഴ്സ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഗോണ മാത്രമായിട്ട് ചേർത്ത് അവിടെ നിങ്ങൾ പറയരുത്. ഒന്നുകിൽ ഗോണ ഗോ ചേർത്ത് പറയുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ നിങ്ങൾ സംസാരിക്കുക. സോ അപ്പോൾ അത് മസ്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കാം. ഇപ്പോൾ ഗോണയും ഗോയും ഒരുമിച്ച് വന്ന് നിങ്ങൾ കൺഫ്യൂസ് ആയിട്ട് ചിന്തിക്കരുത്. ഗോണയുടെ ആശയം ഗോയിങ് ടു ആണ്, പിന്നെ എന്തിനാണ് ഗോ വന്നത് എന്ന് കൺഫ്യൂസ് ആയിട്ട് ചിന്തിക്കരുത്. ഇത് ഇൻഫോർമൽ ഇംഗ്ലീഷാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. സോ അങ്ങനെ വേണം അതിനെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഐ ആം ഗോണ ഗോ ടു ന്യൂയോർക്ക് ടുമോറോ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ പറയണം. ഐ ആം ഗോയിങ് ടു ന്യൂയോർക്ക് ടുമോറോ എന്ന് മാത്രമേ നിങ്ങൾ പറയാം. സോ അതേപോലെ തന്നെയാണ് ഒരു സെൻറ്റൻസ് ഞാൻ താഴെ ചെയ്തിരിക്കുന്നത്. വി ആർ ഗോണ എ കോഫി ഷോപ്പ് ആഫ്റ്റർ ക്ലാസ് എന്ന് പറയല്. അതായത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കോഫി ഷോപ്പിൽ പോകുന്നു പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗോണ മാത്രം ചേർത്ത് പറയല്. അതിന് സ്റ്റാൻഡേർഡ് രീതിയിൽ പറയാവൂ. വി ആർ ഗോയിങ് ടു എ കോഫി ഷോപ്പ് ആഫ്റ്റർ ക്ലാസ് എന്ന് പറയാമോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോണ ചേർത്ത് പറയണമെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. വി ആർ ഗോണ ഗോയും കൂടെ ഗോണയുടെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. വി ആർ ഗോണ ഗോ ടു എ കോഫി ഷോപ്പ് ആഫ്റ്റർ ക്ലാസ് എന്ന് വേണം നിങ്ങൾ പറയാൻ വേണ്ടി. സോ അപ്പോൾ അവസാനത്തെ 2 രീതിയിൽ മാത്രമേ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കാറുള്ളൂ. ഗോണ മാത്രമായിട്ട് ചേർത്ത് സംസാരിക്കാറില്ല. സോ അത് മസ്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കാം. ഗോണ എപ്പോഴും ഒരു വെർബിൻ്റെ കൂടെ ഇരുത്തുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഗോണയെ പറ്റി ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഗോണയെ പറ്റിയുള്ള റൂളുകൾ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. ഐ എം ഗോണ ഗോ. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളതാണ്. മൂവീസിലും ഇനി നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഐ എം ഗോണ ഗോ. എനിക്ക് പോകണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഐ എം ഗോണ ഗോ, എനിക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ അടുത്ത സെൻറ്റൻസ് നോക്കാം. ഷീ ഗോണ ഗോ ടു ന്യൂയോർക്ക്. ഹീസ് ഗോണ ഗോ ടു ന്യൂയോർക്ക് ടുമോറോ. അദ്ദേഹം നാളെ ന്യൂയോർക്കിൽ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ ഐ എം ഗോണ ഗോ ടു സ്വിമ്മിങ് ദിസ് വീക്കെൻഡ്. ഞാൻ ഈ ആഴ്ച വീക്കെൻഡ് എന്ന് വെച്ചാൽ ശനി ഞായറും. ഐ എം ഗോണ ഗോ ടു സ്വിമ്മിങ് ദിസ് വീക്കെൻഡ്. അതായത് ഞാൻ സ്വിമ്മിങ്ങിന് ഈ വീക്കെൻഡിൽ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ശനി ഞായർ ഞാൻ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ വി ആർ ഗോണ ഗോ ഗെറ്റ് എ പിസ്സ. അതായത് വി ആർ ഗോണ ഗോ ഗെറ്റ് എ പിസ്സ എന്ന് വെച്ചാൽ ഞങ്ങൾ പിസ്സ മേടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഗോണയുടെ കൂടെ ഞാൻ ഗോ ആഡ് ചെയ്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഓർത്ത് വെച്ചിരിക്കുക, ഗോണ നമ്മൾ വെർബിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഐ എം ഗോണ ഹാവ് സം കോഫി. ഞാൻ കുറച്ച് കോഫി കുടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ ഐ എം ഗോണ ഈറ്റ് സം കേക്ക്. ഞാൻ കുറച്ച് കേക്ക് കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ ഇറ്റ്സ് ഗോണ ബി എ വെരി എക്സ്പെൻസീവ്. അത് ഭയങ്കര വിലയുള്ളതായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അടുത്തത് ഐ തിങ്ക് ഐ എം ഗോണ ഗോ ടു സ്ലീപ്പ്. അതായത് കോൺവെർസേഷൻ്റെ സെൻറ്റൻസാണ്, ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഇതിനൊക്കെ നിങ്ങൾക്ക് കാണാം സെൻറ്റൻസുകളിലൊക്കെ. എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഐ തിങ്ക് ഐ എം ഗോണ ഗോ ടു സ്ലീപ്പ്. എനിക്ക് ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. വി നെവർ ഗോണ മേക്ക് ഇറ്റ്. നമ്മളത് സാധ്യമാക്കാൻ, അതായത് നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യത്തില്ല, നമ്മൾ വർക്കിലൊക്കെ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സക്സസ് ആവുമോ എന്നൊക്കെ നമ്മൾ നോക്കത്തില്ലേ. സക്സസ് ആകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നൊരു എക്സ്പ്രഷനാണത് വി ആർ നെവർ ഗോണ മേക്ക് ഇറ്റ്. അതായത് നമ്മളത് മേക്ക് ചെയ്യുക മീൻസ് അത് സക്സസ് ആക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നൊരു ആശയമാണ്. സോ അപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷനിലൊക്കെ നിങ്ങൾക്ക് ഗോണ യൂസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. സോ അത് ഓർത്ത് വെച്ചിരിക്കാം. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഐ തിങ്ക് ഐ ഗോണ സ്നീസ് ഗീവ് മി എ ടിഷ്യൂസ്. കോൺവെർസേഷൻ സെൻറ്റൻസാണ്. ഞാൻ തുമ്മാൻ പോവുകയാണ്, എനിക്കൊരു ടിഷ്യൂ തരൂ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ
അതേപോലെ ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. സാം ദിസ് ഇസ് ഗോണ ടേക്ക് യു അവേ. സാം ഇത് ഒരുപാട് നേരം എടുക്കും, മണിക്കൂറുകളെടുക്കും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അടുത്തത് ഐ എം ഗോണ ലവ് യു എനിവേ. ഞാൻ നിന്നെ എന്തൊക്കെയായാലും ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ ഇങ്ങനെയൊക്കെ നേറ്റീവ് സ്പീക്കേഴ്സ് ഗോണ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത് കാണാം. സോ ഇത്രേ ഉള്ള അതിൻ്റെ ആശയം ഗോയിങ് ടു എന്നാണ്, ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതേപോലെ അത് വേറൊരു വെർബിൻ്റെ കൂടെ ചേർന്നേ വരുള്ളൂ, അത് ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ വെർബ് ബി, സബ്ജക്റ്റിലൂടെ വെർബ് ബി, ആമ ഈസ് ആറ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ മറക്കരുത്, അത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഗോണ ഇയേഴ്സ് പറയുന്നതും. സോ ഒരു ഫ്യൂച്ചറിൻ്റെ ആശയമായിരിക്കും അതിനുള്ളത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഗോണയെ പറ്റിയുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഗോണ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ഈ എക്സ്പ്രഷൻ. സോ അറിഞ്ഞിരിക്കുക. സോ നിങ്ങൾ ധൈര്യമായിട്ട് ഗോണ ചേർത്ത് സംസാരിക്കുക, നോ പ്രോബ്ലം. സംസാരിക്കുന്നതിന് നോ പ്രോബ്ലം. നിങ്ങൾ ഫോമലായിട്ടൊന്നും എഴുതാതിരുന്നാൽ മാത്രം മതി. നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.